നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പാലേരിയിൽ സ്വീകരണം നൽകി. സംസ്ഥാന സെക്രട്ടറി പ്രേമ പിഷാരടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന പദ്ധതികളും ഫണ്ടുകളും ആളുകളിലേക്ക് എത്തുന്നത് റവന്യൂ സംവിധാനങ്ങൾ വഴിയാണ്. റവന്യൂ ജില്ല, താലൂക്ക്, വില്ലേജ് പോലുള്ള സംവിധാനങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം പദ്ധതികളും ഫണ്ടുകളും വിഭജിക്കപ്പെടുന്നതും. മലബാർ മേഖലയിൽ പൊതുവെ ഇത്തരം സംവിധാനങ്ങൾ കുറവാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പേരാമ്പ്ര പാലേരിയിൽ നൽകിയ സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാർ, കാർഷിക മേഖലയിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം, ഒപ്പം പാർട്ടിയിലേക്ക് കടന്നു വന്ന സുഹൃത്തുക്കൾ, ഇത് ഒരു വലിയ മുന്നേറ്റമാണ്. സാഹോദര്യ കേരളം എന്നതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. കഴിഞ്ഞ 19-ാം തീയതി ഈ പദയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. ഈ പദയാത്രക്ക് വഴിയോരങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ഇന്ത്യ രാജ്യം തേടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയത്തെയാണ് ഈ നാട് നമ്മളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. വിദ്വേഷത്തിൻ്റെ വിഷവിത്ത് പാകി നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അധികാരത്തിലാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമുക്കത് കാണാൻ സാധിക്കുന്നു. ഒരു റാപ്പ് സംഗീതജ്ഞൻ, പ്രിയപ്പെട്ട വേടൻ, പാട്ടുപാടിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് ജാതി ഭീകരവാദമാണ്, പാടാൻ പാടില്ല. എങ്ങനെയാണ്? കടിയങ്ങാട് നിന്ന് മണ്ഡലം നേതാക്കൾ പ്രസിഡന്റിനെ സ്വീകരിച്ചു. വാദ്യഘോഷങ്ങളുടെയും കലാവിഷ്കാരങ്ങളുടെയും നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന ഉജ്ജ്വല പ്രകടനത്തോടെയും സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ പിഷാരടി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്ക് പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ട് അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിലൂടെ, സ്നേഹത്തിന്റെ ഊഷ്മളതയിലൂടെ പാർശ്വവൽകൃത സമൂഹങ്ങളെ ഇവർ നീക്കി നിർത്തിയിരിക്കുന്നു. വേടൻ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച് മുഴുവനായിട്ട് പറയുവാൻ. കാരണം വേടനെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലേ? അവർ ആരുടെ ആളാണ് എന്ന് തീരുമാനിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ മോഹൻലാൽ എന്ന് പറയുന്ന കലാകാരൻ ഷാർജയിൽ പോയി ഒരു കലാകാരന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കേണൽ പദവി എടുത്തു കളയണമെന്ന് പറയുവാനുള്ള മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പുതിയ ഒരു വിഷപ്പാമ്പിനെ കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാമ്പിന്റെ പേര്. നിങ്ങൾ നോക്കിയാൽ മതി ആരാണ് ആ പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കുറച്ചാലോ കൂടിയൊക്കെ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിച്ച് ജീവിക്കാൻ മോഹമുണ്ട്. അതുകൊണ്ട് കേസെടുക്കുന്ന കാര്യത്തിലേക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. മണ്ഡലം പ്രസിഡന്റ് MT അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ കരിപ്പുഴ, സജീദ് ഖാലിദ്, ഡോക്ടർ അൻസാർ, സെഡെ സൽമാൻ, MK ഫാത്തിമ, VP അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്നവരെ പ്രസിഡന്റ് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കലന്തൻ ബഷീർ, മണിദാസ് പയ്യോളി, നവാസ് പാലേരി, CK മാധവൻ, നാഫിസ് CM എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം സെക്രട്ടറി അമീൻ മുയിപ്പോത്ത് സ്വാഗതവും ജനറൽ കൺവീനർ VM നൌഫൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാടകവും അരങ്ങേറി. അല്ല, അവന് കാപ്പി വേണം പോലും, നമ്മളോടാ കളി. ജി ഒരു പഴംപൊരി തന്നെ. അയ്യോ, ഉഴുന്നുവടല്ല ജി, എനിക്ക് പഴംപൊരിയെ പറ്റുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.